തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള എല്ലാ മേഖലകളിലും UDF മുന്നിലാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി എല്ലാ മേഖലയിലും ലീഡ് പിടിച്ചിരിക്കുകയാണ് UDF. 2010 ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് UDFന് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വൻ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ നിലവിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെടുക്കാൻ സാധ്യതയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എന്നാണ് വിലയിരുത്തൽ. ഈ ട്രെൻഡ് തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ ഭരണം പോകുമെന്ന് ഉറപ്പാണ്. UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയത്. BJPക്കും വലിയ നേട്ടം അവകാശപ്പെടാനുണ്ട്. കേരളത്തിലെ വോട്ട് ഭിന്നിപ്പിക്കുന്നത് ബംഗാൾ മോഡലിലാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഹിന്ദു വോട്ടുകളിൽ ഒരു പ്രധാന ഭാഗം BJPയിലേക്ക് പോയി. മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം തൃണമൂലിലേക്കും. 3.5 പതിറ്റാണ്ട് CPM ഭരിച്ച ചുവന്ന ബംഗാളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ CPM മാറിയത് അങ്ങനെയാണ്. ഈ ട്രെൻഡിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ UDFന് അനുകൂലമായി വീണു. പക്ഷേ LDFന്റെ പരമ്പരാഗത അടിത്തറയായ ഹിന്ദു വോട്ടുകളിൽ ഒരു വിഭാഗം BJPയിലേക്കും പോയി. മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷനായിരുന്നു എക്കാലത്തും UDFന്റെ വോട്ട് ബാങ്ക്. ഇത്തവണയും അത് വിജയിച്ചു. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ കൈവിറയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ വൺ സൈഡ് നവോത്ഥാനം തിരിച്ചടിയാകുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും CPM നേതാക്കൾ അതെല്ലാം അവഗണിക്കുകയായിരുന്നു. ഇടതു ഭരണത്തിലെ ഇസ്ലാമിക പ്രീണനത്തിനെതിരെ LDF വരും, എല്ലാം ശരിയത്താവും എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നിരുന്നു. കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഭാഗികമായി ശരിയുണ്ടെന്ന് പറയാതെ വയ്യ. സമസ്ത കണ്ണുരുട്ടിയാൽ എന്തും ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാർ മാറിയത്. സ്കൂൾ സമയമാറ്റം, സൂംബ ഡാൻസ്, ജെൻഡർ ന്യൂട്രാലിറ്റി, പാഠപുസ്തക പരിഷ്കരണം, ഏറ്റവും ഒടുവിലായി ഹിജാബ് വിവാദം. ഇതിലൊക്കെ സർക്കാർ സമസ്ത പോലുള്ള സംഘടനകൾക്ക് വഴങ്ങിയെന്ന് കടുത്ത വിമർശനമുണ്ട്. ഇതെല്ലാം നിഷ്പക്ഷരായ ഹിന്ദു വോട്ടർമാരുടെ വോട്ടുകൾ LDFന് എതിരാക്കി. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നുള്ള ആഴ്ചകൾ വരെ ഗാസയിലെ ഹമാസിന് പരോക്ഷ പിന്തുണ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരുടെ പ്രകടനം. കൊടും തീവ്രവാദികളായ ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കാൻ പോലും കേരള മുഖ്യമന്ത്രിക്ക് പോലും ധൈര്യമുണ്ടായിട്ടില്ല. മറുഭാഗത്ത് ധ്രുവീകരണത്തിനാണ് അത് വഴിവെച്ചതും. ഗാസയിലെ ഇല്ലാത്ത കുട്ടികളുടെ പേരുകളടക്കം വായിച്ച് കണ്ണീർ ഒഴുക്കുന്ന സാംസ്കാരിക നായകരിൽ ആരും തന്നെ പഹൽഗാം ഭീകരാക്രമണം